ഹലോ ഫ്രണ്ട്സ്, ഗ്രാൻഡ് മാസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സിറ്റ് ഔട്ട് ഗാർഡനാണ്. ഇത് സിറ്റിംഗ് റൂമിലുള്ള 2 ചെടികളാണ്. ഇനി നമ്മൾക്ക് പുറത്തേക്ക് പോകാം. ഇത് പഴയ കാലത്തെ ഒരു മൺപാത്രമാണ്. ഇത് പണ്ട് കാലത്തെ എൻ്റെ വീട്ടിൽ മൂലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പാത്രം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി അതിലൊരു മണി പ്ലാന്റ് വെച്ച് സുന്ദരിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് കുറച്ച് കാക്ടസ് ആണ്. അതിൻ്റെ അടുത്തായി സ്റ്റാൻഡിൽ കുറച്ച് ചെടികളുണ്ട്. സ്റ്റാൻഡിൻ്റെ അടിയിലും മുകളിലുമായി കുറേ അധികം ചെടികളുണ്ട്. അതിൽ ബിഗോണിയ, ബട്ടർഫ്ലൈ പ്ലാന്റ്, സിങ്കോണിയം, പോത്തോസ് തുടങ്ങി കുറച്ച് ചെടികൾ ഉണ്ട്. സ്റ്റാൻഡിൻ്റെ സൈഡിലും സ്റ്റെപ്പിലുമായി കുറച്ച് ചെടികളുണ്ട്. അതിൽ പ്രധാനമായും അരേലിയത്തിൻ്റെ 2-3 വെറൈറ്റികൾ ഉണ്ട്. ഇവിടെ സ്നേക്ക് പ്ലാന്റ്, അഗ്ലോണിമ, റയർ പ്ലാന്റ് തുടങ്ങി ഒരുപാട് ചെടികൾ ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായി കുറച്ച് ബോൺസായി ചെടികൾ ഉണ്ട്. അതിൽ പ്രധാനമായും ആൽമരം, കൊന്ന, മെയ്ഫ്ലവർ മുതലായ ചെടികളുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ഡ്രാഗൺ ചെടിയും ഒരു റയോൺ പ്ലാന്റും ഉണ്ട്. ഇവിടെ ഒരു ബോൺസായി കോക്കനട്ട് ട്രീ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കലേത്തിയ പ്ലാന്റും അതിൻ്റെ അടുത്ത് ആയി ഒരു സ്പൈഡർ പ്ലാന്റും ഉണ്ട്. ഒരു മൂലയ്ക്കായി ടേബിൾ ടോപ്പ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിൽ 1-2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അത് ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോൾ ഈ കാണുന്ന സാധനം ഒരു വേരാണ്. ഇത് പറമ്പിൽ നിന്നും കുറേ കാലം മുമ്പ് കിട്ടിയതാണ്. പോളിഷ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കാണുന്നത് പറമ്പിലെ പുളിമരം കട്ട് ചെയ്തപ്പോൾ കിട്ടിയ നല്ലൊരു പീസാണ്. എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് കാക്ടസ് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന്. 10 ദിവസത്തിലൊരിക്കൽ ഇതുപോലെ ഒഴിച്ചാൽ മതി. വെള്ളം താഴോട്ട് പോകുന്നവരെ ഒഴിക്കണം. ഹോൾസ് ഇല്ലാത്ത കപ്പിലാണ് ചെടികൾ വച്ചിരിക്കുന്നതെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന കുപ്പികളിൽ വെള്ളം നിറച്ച് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.